സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അവൾ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാൻ കാശില്ലാതെ ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്കേ അറിയൂ. ഇതൊന്ന് നടന്നിട്ട് വേണം മേടിക്കാൻ. ചന്തക്കടവിലുള്ള ഔസേപ്പിന്റെ വീട്ടിൽ നിന്നും 4 കൂട്ടി മുറുക്കി തുപ്പണതാരാണ്ട? ഞാനല്ല, പാരീതല്ല, പൊന്നപ്പനല്ല. ഭാര്യയെ കൂമ്പിനിടിക്കും കുഞ്ഞപ്പനാണ്. കരക്കാരുമായി ചുമ്മാ വഴക്കടിക്കാൻ രാവിലെ പോണതാണേ. അവരായിരുന്നു, ഞാൻ കരുതി താനായിരിക്കുമെന്ന്. അതിരിക്കട്ടെ, താനാരാടോ രാവിലെ മനുഷ്യനെ മെനക്കെടുത്താൻ വന്ന താനാരാടോ പറ, താനാരാടോ? ഞാൻ മൂന്നാനാ. മൂന്നാനയോ? ബാക്കി 2 ആന എവിടെ? അതല്ല, ഞാൻ മത്തായി. മത്തായി പോയോ? രാവിലെ തന്നെ സ്മാൾ അടി തുടങ്ങി കാണും അല്ലേ? ഓ അല്ലല്ല, ഞാൻ ബ്രോക്കർ മത്തായി. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അതെന്നെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തോന്നുന്നതാ. ഓ, ഞാനത് ആലോചിച്ചില്ല. ആട്ടെ, എന്താ വന്നത്? കല്യാണ പ്രായം കഴിഞ്ഞുള്ള പെണ്ണുങ്ങൾ ഒന്നല്ല 2 വീട്ടിൽ. പയ്യനുണ്ടല്ലോ കമ്മീഷൻ, വേഗം തന്നേക്കൂ. അങ്ങനെ കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഇവിടുത്തെ പെൺകുട്ടികൾക്ക് പറ്റിയ ഒരു പ്രൊപ്പല്ലറും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രൊപ്പല്ലർ അല്ലടോ, പ്രൊപ്പൗലോസ്. അതായത് ആലോചന, കല്യാണാലോചന. ഇതിനു മുമ്പ് ഒരുപാട് ആലോചന ഇവിടെ വന്നതാ. പക്ഷെ എന്റെ പെങ്ങന്മാർക്കത് പിടിക്കണ്ടായോ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനിയും കല്യാണം കഴിക്കാതെ നീരും പറ്റി വിധവകളായിട്ട് എത്ര നാളിങ്ങനെ അവർ ജീവിക്കും? ഏതേലും ചെറുക്കന്മാര് വന്നാലേ ഇഷ്ടപ്പെടണ്ടായോ? നിറമുണ്ടെങ്കിൽ കളറില്ല, കളറുണ്ടെങ്കിൽ ഹൈറ്റ് ഇല്ല, ഹൈറ്റ് ഉണ്ടെങ്കിൽ കടുപ്പമില്ല. ഏത് ചെറുക്കന്മാർക്കൊണ്ട് ഈ 3 ഗുണവും? ചേട്ടൻ പറഞ്ഞ ഈ 3 എണ്ണമുള്ള ചെറുക്കന്മാര് എന്റെ കയ്യിലുണ്ട്. അവന്മാരുടെ ഗുണഗണങ്ങളെ പറ്റി കേൾക്കണ. മറപ്പുരയിൽ ഒളിഞ്ഞു നോക്കണ ടൈപ്പല്ല, ബാറിൽ കേറി ഡെയിലി മോന്തണ സൈസല്ല. മന്ദനാണേലും മരമണ്ടന, ചേട്ടന്മാരെല്ലാം ഹൈ ലെവലില. അവർ നെല്ലിയാമ്പതിയിലിപ്പോ ജയിലില. ലേഡീസിന്റെ മറപ്പുരയിൽ ഒളിഞ്ഞു നോക്കണ, മറപ്പുരയിൽ ഒളിഞ്ഞു നോക്കണ ടൈപ്പല്ല. ബാറിൽ കേറി ഡെയിലി മോന്തണ സൈസല്ല. പറഞ്ഞു കേട്ടിടത്തോളം 5 പൈസക്ക് കൊള്ളാവുന്ന ഒരു ആലോചനയാണ്. ഞാൻ ഏതായാലും അവളെ വിളിക്കാം. മത്തായി ഒന്ന് സംസാരിച്ചു നോക്ക്. ഓക്കെ മോളെ ത്രേസ്യാക്കുട്ടി, എടീ ത്രേസ്യാക്കുട്ടിയെ, എവളവിടെ എവളവിടെ എന്തെടുക്കുക? പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ കന്നി താമരപ്പൂമോളേ കന്നി താമരപ്പൂമോളേ വാ വാ പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ. നേരാങ്ങളെ, എന്നെ വിളിച്ചോ? നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ അല്ലിമലർക്കാവിൽ കുർബാന കാണാൻ പോയിരിക്കുമായിരുന്നു. ആട്ടെ, എന്തിനാ എന്നെ വിളിച്ചത്? പറയാം. എത്ര ചെറുപ്പക്കാരിവിടെ കേറി ഇറങ്ങി മെഴുകിയതാ. അതൊന്നും കാര്യമാക്കണ്ട, പുറത്താരും അറിഞ്ഞിട്ടില്ല, ഞാനായിട്ട് പറയേയില്ല. എടോ അതല്ല, എത്ര പേരിവിടെ പെണ്ണ് കണ്ടുപോയി എന്ന് പറഞ്ഞതാ. എന്നിട്ട് എന്തായി? അവർക്ക് പിടിക്കുമ്പോ ഇവർക്ക് പിടിക്കത്തില്ല, ഇവർക്ക് പിടിക്കുമ്പോ അവർക്ക് പിടിക്കത്തില്ല, ഇവർക്ക് 2 പേർക്കും പിടിക്കുമ്പോ എനിക്ക് പിടിക്കത്തില്ല. എല്ലാവർക്കും എല്ലാവരെയും പിടിച്ചു വരുമ്പോ ഇവർക്കാർക്കും എന്നെ പിടിക്കത്തില്ല. ഇങ്ങനെ അവര് പിടിച്ചു ഇവര് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? എവിടെയെങ്കിലും ഒരു പിടി മുറുക്കണ്ടേ? കൊച്ചു റേസിക്ക് എന്താ ഒരു കുഴപ്പം? ഹോ, ഇപ്പോഴും കണ്ടാൽ എന്താ ഒരു ചന്തം? ഒരു മധുര 17, അല്ലെങ്കിൽ ഒരു മധുര 18, ഏറിയാൽ ഒരു മധുര 19. ഹോ ദൈവമേ, ആ ചിരി കണ്ട അനുരാഗവതി നിൻ ചൊടികളിൽ നിന്ന് ആലിപ്പഴം പൊഴിയും.
മതി മതി വർണ്ണന മതി. ഞാനൊരു സത്യം പറഞ്ഞതാണേ. പണ്ടൊക്കെ കുരുത്തോല പെരുന്നാളിന് പള്ളിയിൽ പോകുന്ന ത്രേസ്യാക്കുട്ടിയെ കാണുമ്പോ അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കാവിളിത്ര ചുമന്നിട്ടില്ല. പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാവാടിക്കരളുള്ള പാവാടക്കാരി. വേണ്ട മോനി വേണ്ട മോനി വേണ്ട മോനി വേണ്ട മോനി, ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ, ഈ പ്രപ്പോസൽ ഇഷ്ടമല്ലടാ. കാര്യമില്ലടേ, ഒരു കാര്യമില്ലടേ, എവരുടെ പുറകെ നടന്ന് കാര്യമില്ലടേ. കൊച്ചു ത്രേസ്യയെ എടി എടി, കേറിപ്പോടി 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 കേറിപ്പോടി. കയറി പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ എങ്ങനെയൊക്കെ പൊക്കി പറഞ്ഞാലും നേരാങ്ങളെ എത്രയൊക്കെ നിർബന്ധിച്ചാലും ഈ മൂന്നാൻ കൊണ്ടുവന്ന ആലോചന എനിക്ക് വേണ്ട. വേണ്ടാന്നോ? എന്നെയാടി പറഞ്ഞ? എൻ്റെ മനസ്സിലുള്ള പുരുഷൻ എന്ന് പറഞ്ഞാൽ സുന്ദരനാണ്, സുമുഖനാണ്, നിത്യവസന്തമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ പാട്ടും പാടി എൻ്റെ പുറകെ നടന്നിരുന്ന കാലം. വെള്ളത്താമര മുട്ടുപോലെ വെണ്ണക്കൽ പ്രതിമ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണേ, നിന്റെ കൂടെ ഞാനും വന്നോട്ടെ. ആരെങ്കിലും വന്നാലോ കണ്ടു ചിരിച്ചാലോ, അത് കണ്ടു ചിരിച്ചാലോ. വെള്ളത്താമര മുട്ടുപോലെ വെണ്ണക്കൽ പ്രതിമ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണേ, നിന്റെ കൂടെ ഞാനും വന്നോട്ടെ. എൻ്റെ കൊച്ചു കള്ളി ത്രേസ്യാക്കുട്ടി, മണ്ടിപ്പെണ്ണേ. എന്താ ചേട്ടാ? ആരൊക്കെതിർത്താലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിന്റെ താലിയിൽ ഞാൻ കഴുത്ത് കെട്ടിയിരിക്കും. ചേട്ടാ, നിന്റെ കെട്ടിയിൽ ഞാൻ കഴുത്ത് താലിയിരിക്കും. ഐ എം ഷാറി. എങ്ങനെയെങ്കിലും നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. ഇത് സത്യം സത്യം സത്യം. പക്ഷേ ചേട്ടാ, നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ഫാമിലിയാണല്ലോ പ്രശ്നം. എനിക്ക് പണമില്ല എന്നാണ് നിന്റെ ആങ്ങള പറയുന്നത്. പണമില്ലാത്തവൻ പിണമാണടാ, പിണം. നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? ഞാൻ പണമുണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ചേട്ടാ? ഞാൻ പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരിക്കുകയാണ്. എൻ്റെ ക്വാളിഫിക്കേഷനുമായി ഞാൻ ബാംബയ്ക്ക് പോവുകയാണ്. അവിടെ എനിക്ക് ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കുബേരകുമാരികളുമായി പട്ടുമെത്തയിൽ ശരീരം പങ്കുവച്ചിട്ടാണെങ്കിലും ഞാൻ കാശുണ്ടാക്കി തിരിച്ചു വരും. എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? പോയി വരൻ. 7 തിരി വിളക്കിൽ എണ്ണയൊഴിച്ച് ഞാൻ കാത്തിരിക്കും. എല്ലാം നേടി വലിയ പണക്കാരനായിട്ട് തിരിച്ചു വരൻ. എന്നും നീ മാത്രമായിരിക്കും എൻ്റെ മനസ്സിൽ, നീ മാത്രം. ജയഭാരതിക്ക് സുഖമാണോ? ചേട്ടാ,